നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കരിന്തളം വടക്കേ പുലിയന്നൂരിൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി വീട്ടമ്മ ജീവനൊടുക്കി. വടക്കേ പുലിയന്നൂരിലെ വിജയന്റെ ഭാര്യ സവിതയാണ് മരിച്ചത്. ഞാൻ വരാമെന്ന വാട്സാപ്പ് സ്റ്റാറ്റസിന് പിന്നാലെയാണ് യുവതിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പീലിചൂടിയും വനമാല ചാർത്തിയും വീതികളിൽ വിസ്മയമായി ശോഭയാത്രകൾ. ജില്ലയിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു. പിണറായി വിജയൻ മോദിയുടെ പ്രജയായിരിക്കുന്നിടത്തോളം കാലം ഒരു സുതാര്യതയുമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിനെതിരെയും അന്തിമ ക്യൂ ഫീൽഡ് മാപ്പിൽ ക്രമക്കേട് നടത്തിയതിലും പ്രതിഷേധിച്ച് UDF പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MDMAയും കഞ്ചാവുമായി യുവാവ് രാജപുരം പോലീസിന്റെ പിടിയിൽ. പാണത്തൂർ സ്വദേശി സജൽ ഷാജിയാണ് പിടിയിലായത്. കാസർഗോഡ് ലക്ഷങ്ങളുടെ വിസ തട്ടിപ്പ് കേസിൽ പ്രതി പിടിയിൽ. തൃശൂർ അഷ്ടമിച്ചിറ സ്വദേശി ഗൗതം കൃഷ്ണയെയാണ് ഹോസ്ദുർഗ് പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. മിനിമം വേതനം 26,000 രൂപയായി ഉയർത്തണമെന്നാവശ്യം. ഷോപ്സ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കരിന്തളം വടക്കേ പുലിയന്നൂരിൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി വീട്ടമ്മ ജീവനൊടുക്കി. വടക്കേ പുലിയന്നൂരിലെ വിജയന്റെ ഭാര്യ സവിതയാണ് മരിച്ചത്. ഞാൻ വരാം എന്ന വാട്സാപ്പ് സ്റ്റാറ്റസിന് പിന്നാലെയാണ് യുവതിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കരിന്തളം വടക്കേ പുലിയന്നൂരിലെ വീട്ടമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തിയ സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. വിജയന്റെ ഭാര്യ സവിതയാണ് ജീവനൊടുക്കിയത്. ഭർത്താവ് ജോലിക്കും മകൻ കോളേജിലേക്കും പോയ സമയത്തായിരുന്നു ആത്മഹത്യ. മകളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞിരുന്നു. ചീമേനിയിലെ ഒരു കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു സവിത. തിങ്കളാഴ്ച രാവിലെ 10:30 മണിയോടെ വീട്ടിൽ നിന്ന് തീയും പുകയും ഉയർന്നത് കണ്ട് അയൽക്കാരി എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ഉടൻ തന്നെ വെള്ളമൊഴിച്ച് തീകെടുത്തി. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. രാവിലെ 9 മണിയോടെ സവിത വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഞാൻ വരാം എന്നായിരുന്നു സ്റ്റാറ്റസ്. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം സംഭവത്തിന് പിന്നിലെ കാരണമെന്തെന്നത് വ്യക്തമല്ല. നീലേശ്വരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. പീലിചൂടിയും വനമാല ചാർത്തിയും വീതികളിൽ വിസ്മയമായി ശോഭയാത്രകൾ. ജില്ലയിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു. കാഞ്ഞങ്ങാട് നഗരം കൃഷ്ണഭക്തിയിൽ അലിഞ്ഞു. മഹാശോഭയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ദർശിക്കുവാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി പിറകിലേക്ക് മാറി ശോഭായാത്ര കടന്നു വന്നാൽ ഇവിടെ ഈ ട്രാഫിക് സർക്കിളിൽ നിന്നാണ് തിരിച്ച് ഇതേ വഴി പോകേണ്ടത്. മുഴുവൻ ആളുകൾക്കും ശോഭായാത്ര മനോഹരമായി കാണുവാൻ വേണ്ടി കുറച്ചുകൂടി പിറകിലേക്ക് മാറിത്തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ട്രാഫിക്കിന്റെ കിഴക്ക് ഭാഗത്തുള്ള മുഴുവൻ ആളുകളും കുറച്ചുകൂടി അവിടെ നിന്ന് പിറകിലേക്ക് മാറിത്തുള്ള ശോഭായാത്ര നടന്നു പോകുന്നതിനുള്ള വഴിയൊരുക്കി തരണമെന്ന്
മഹാവിഷ്ണു ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശോഭയാത്ര വർണ്ണാഭമായി. പൊടിപ്പള്ളം പൂടംകല്ലിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര അരവത്ത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു. അമ്പലത്തറ പരിസരങ്ങളിൽ നിന്നുള്ള വിവിധ ബാലഗോകുലത്തിന്റെയും ക്ഷേത്രങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ശോഭയാത്രകൾ അമ്പലത്തറയിൽ സംഗമിച്ച് ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. കാലിച്ചാനടുക്കത്ത് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരന്ന ശോഭയാത്ര കൗതുക കാഴ്ചയായി. ശാസ്താവ് ബാലഗോകുലം, കാലിച്ചാനടുക്കം കുരുക്ഷേത്ര കലാ സാംസ്കാരിക വേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ശോഭയാത്ര ഒരുക്കിയത്. ജീവിതം
വിവേകാനന്ദ ബാലഗോകുലത്തിന്റെയും നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷം സംഘടിപ്പിച്ചു. ഓട്ടമല, കൊയ്ത്തടുക്കം ഭാഗങ്ങളിൽ നിന്നും പുറപ്പെട്ട ശോഭയാത്രകൾ ചാമുണ്ടിക്കുന്നിൽ സംഗമിച്ച് വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് സമാപിച്ചു. മംഗളമരുളും ഗോവിന്ദ പോലോ രാധേ മുട്ടേ പിത്താരം തൊട്ടെന്ന് നേരും നേരും നെഞ്ചിട്ടുള്ളക്കം ഗോവിന്ദ പിണറായി വിജയൻ മോദിയുടെ പ്രജയായിരിക്കുന്നിടത്തോളം കാലം ഒരു സുതാര്യതയുമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിനെതിരെയും അന്തിമ ക്യൂഫീൽഡ് മാപ്പിൽ ക്രമക്കേട് നടത്തിയതിലും പ്രതിഷേധിച്ച് UDF പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർഡ് വിഭജനത്തിൽ അട്ടിമറി നടക്കുന്നത് അത്ഭുതമല്ലെന്നും തിരഞ്ഞെടുപ്പിൽ CPM-നെ തോൽപ്പിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. മാനദണ്ഡങ്ങൾ ലംഘിച്ച പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിനെതിരെയും അന്തിമ ക്യൂഫീൽഡ് മാപ്പിൽ ക്രമക്കേട് നടത്തിയതിലും പ്രതിഷേധിച്ച് UDF പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി പള്ളിക്കര പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിക്ക് മാറ്റമില്ല, പ്രതിപക്ഷ നേതാവിന് മാറ്റമില്ല. പക്ഷേ മൂന്നാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ മാറ്റി പ്രധാനമന്ത്രി പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പേര് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു. അപ്പൊ ഇപ്പൊ ആരുടെ പേരാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്? അമിത്ഷാ. ഇവർ രണ്ടുപേരും കൂട്ടുകച്ചവടക്കാരാണ്. രണ്ടുപേരും ഗുജറാത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ആളുകളാണ്. ഈ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഗുജറാത്തിൽ വംശഹത്യക്ക് നേതൃത്വം കൊടുത്തത്. ആ രണ്ടുപേരുമാണ് ഇപ്പൊ ഡൽഹി ഭരിക്കുന്നത്, രാജ്യം ഭരിക്കുന്നത്. ഈ രണ്ടുപേരിൽ നിന്നും രാജ്യത്തിന് ഒരു നീതിയും കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നിഷ്പക്ഷമാകണ്ടേ? ഇപ്പൊ SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, വളരെ നല്ല കാര്യമാണ്. പക്ഷേ എന്താണ് നല്ല കാര്യം? വോട്ടർ പട്ടികയിൽ യാതൊരു വിധമായ കൃത്രിമവും കാണിക്കാതെ നിഷ്പക്ഷമായി, നീതിപൂർവമായി, സുതാര്യമായി വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ള ജോലി അവർക്ക്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ പേരിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കുന്ന ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വാർഡ് 6 അരവത്തിലെ 383 വോട്ടുകൾ 4ാം വാർഡിലേക്കും 19 കീക്കാനിയിലെ 94 വോട്ടുകൾ സമീപത്തെ വാർഡായ കൂട്ടുകനിയിലേക്കും മാറ്റിയത്. ഇതിനെതിരെ UDF പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ വരണാധികാരി ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് ആരോപണം ഉയർന്ന വാർഡുകളുടെ അതിർത്തി പോലും മാറ്റിയത്. UDF പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദിഖ് പള്ളിപ്പുഴ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KEA ബക്കർ, DCC വൈസ് പ്രസിഡന്റ് സാജിദ് മവ്വൽ, സുകുമാരൻ പൂച്ചക്കാട്, ഹനീഫ കുന്നിൽ, MPM ഷാഫി, തോട്ടി സാലി ഹാജി, രവീന്ദ്രൻ കരിച്ചേരി, PA അബൂബക്കർ ഹാജി, രാജേഷ് പള്ളിക്കര, ഹാരിസ് തോട്ടി, P കുഞ്ഞബ്ദുള്ള ഹാജി, ചന്തുക്കുട്ടി പൊഴുതല, ചോണായി മുഹമ്മദ് കുഞ്ഞി, AM അബ്ദുൾ ഖാദർ, ഷാഫി മവൽ, റഷീദ് ഹാജി കലിങ്കാൽ,
സത്താർ തോട്ടി, ചന്ദ്രൻ തച്ചങ്ങാട്, സുന്ദരൻ കുറിച്ചിക്കുന്ന്, ജയശ്രീ മാധവൻ, യശോദ നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കര. ഒരിടവേള. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. The best place of mine. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയൊരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanjangad. Phone 0467220270. 7 lines. Mansoor Hospital. Dedication, determination and dignity. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. MDMAയും കഞ്ചാവുമായി യുവാവ് രാജപുരം പോലീസിന്റെ പിടിയിൽ. പാണത്തൂർ സ്വദേശി സജൽ ഷാജിയാണ് പിടിയിലായത്. പോലീസ് പട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിൽ സംശയാസ്പദമായി കണ്ട ആളെ പരിശോധിച്ചതിൽ MDMAയും കഞ്ചാവും രാജപുരം പോലീസ് പിടികൂടി. പാണത്തൂർ സ്വദേശി സജൽ സാജിയാണ് പിടിയിലായത്. രാത്രി പനത്തടി പാണത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപം പട്രോളിംഗിന്റെ ഭാഗമായി എത്തിയ പോലീസ് വാഹനം കണ്ട് പരിഭ്രമിച്ച് ഇയാളെ പരിശോധിച്ചപ്പോഴാണ് സിഗരറ്റ് പാക്കറ്റിൽ സൂക്ഷിച്ച നിലയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്.
0.790 ഗ്രാം MDMAയും 6.740 ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം ബേക്കൽ ഡിവൈഎസ്പി മനോജ് VVയുടെ മേൽനോട്ടത്തിൽ രാജപുരം ഇൻസ്പെക്ടർ രാജേഷ് പിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ലതീഷ് K, കരുണാകരൻ, ASI ഓമനക്കുട്ടൻ, GS CPO രൂപേഷ്, ഡ്രൈവർ CPO വിനോദ്, ബേക്കൽ സബ് ഡിവിഷൻ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, രാജപുരം. കാസർഗോഡ് ലക്ഷങ്ങളുടെ വിസ തട്ടിപ്പ് കേസിൽ പ്രതി പിടിയിൽ. തൃശൂർ അഷ്ടമിച്ചിറ സ്വദേശി ഗൗതം കൃഷ്ണയെയാണ് ഹോസ്ദുർഗ് പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരവധി പേർക്ക് വിസ വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയെ ഹോസ്ദുർഗ് പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടി. തൃശൂർ അഷ്ടമിച്ചിറ സ്വദേശി ഗൗതം കൃഷ്ണ PBയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജർമ്മനിയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത വിസ നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് നിരവധി യുവാക്കളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ 30ഓളം പേരിൽ നിന്നുമായി 60 ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുക്കുകയും പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് കബളിപ്പിക്കുകയുമായിരുന്നു. പണം നൽകിയവർക്ക് കൃത്യമായി മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. ബംഗളൂരുവിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്ന പ്രതിയെ ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സുനിൽകുമാർ CKയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ P അജിത് കുമാർ, ASI ആനന്ദ് കൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനീഷ് കുമാർ, കമൽ കുമാർ, ജ്യോതിഷ് എന്നിവർ ചേർന്നാണ് അതിവിദഗ്ധമായി വലയിലാക്കിയത്. സൈബർ വിദഗ്ധരായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽ KT, സിവിൽ പോലീസ് ഓഫീസർ രമിത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മിനിമം വേതനം 26,000 രൂപയായി ഉയർത്തണമെന്നാവശ്യം ഷോപ്സ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. മിനിമം വേതനം 26,000 രൂപയായി ഉയർത്തണമെന്നും ക്ഷേമനിധി, വേതനം എന്നിവ മുഴുവൻ സ്ഥാപനങ്ങളും കൃത്യമായി നടപ്പിലാക്കണമെന്നും വ്യാപാര വാണിജ്യ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ഷോപ്സ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. VS അച്യുതാനന്ദൻ നഗർ കാഞ്ഞങ്ങാട് റോയൽ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിയമാനുസൃതമായ റേഷനിങ് സമ്പ്രദായം കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം നടക്കുകയും 1964 കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ 2013 രണ്ടാം UPA സർക്കാരിന്റെ കാലത്താണ് ആ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചത്. അവർ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തഴച്ചു വളർന്ന ഒരു മേഖല സേവന മേഖലയാണ്, ഷോപ്പുകളാണ്, അതുപോലെ തന്നെ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളാണ്. ഇപ്പൊ മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മൾ പോയാൽ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ, ട്രെയിനിലൂടെ സഞ്ചരിക്കുമ്പോൾ കേരളത്തേതുപോലെ ഇടമുറിയാതെ ചെയിനായി നിൽക്കുന്ന ഈ കടകൾ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ജനങ്ങൾ താമസിക്കാൻ ഒരു ഏരിയ, കച്ചവട സ്ഥാപനങ്ങൾ, ടൗണുകൾ വേറൊരു ഏരിയയിലാണ്. എന്നാൽ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു വേർതിരിവ്, ഒരു സെപ്പറേഷൻ കേരളത്തിലില്ല. നമ്മൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രയാണം ആരംഭിച്ചാൽ മിക്കവാറും റോഡിന്റെ ഇരുഭാഗത്തും ചെയിൻ കണക്കിന്, ശൃംഖല കണക്ക് ഷോപ്പുകളും സ്ഥാപനങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ വിവിധ തരത്തിലുള്ള ഷോപ്പുകളിൽ, കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളിലുമാണ്. അവിടെ ജോലി ചെയ്യുന്നവരുടെ എണ്ണം ദശലക്ഷക്കണക്കിനാണ്. നേരത്തെ ഈ മേഖലയിൽ ട്രേഡ് യൂണിയനുകൾ സജീവമായിട്ടുണ്ടായിരുന്നില്ല. ഹോട്ടൽ മേഖലയിൽ പ്രാദേശികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഹോട്ടൽ യൂണിയനുകൾ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഷോപ്പിന് നമ്മുടെ നാട്ടിൽ പീഡിക എന്നാ പറയാം, പീഡിക തൊഴിലാളി യൂണിയൻ, ഇതൊക്കെ താലൂക്ക് അടിസ്ഥാനത്തിൽ നഗര കേന്ദ്രീകൃതമായി, പട്ടണ കേന്ദ്രീകൃതമായിട്ടാണ് ഇത്തരം യൂണിയനുകൾ ഉണ്ടായിരുന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു.
CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം, യൂണിയൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജോയ്, CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി KV രാഘവൻ, M രാഘവൻ, നിതിൻ തീർത്ഥങ്കര എന്നിവർ സംസാരിച്ചു. NK രതീഷ് അനുശോചന പ്രമേയവും C അശ്വിനി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി K രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി M രാഘവനെ പ്രസിഡന്റായും E കൃഷ്ണൻ, K വിനീഷ്, P നളിനി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും K രവീന്ദ്രനെ സെക്രട്ടറിയായും മനോജ് പെരുമ്പള, M സ്മിത, K ബീന എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും നിതിൻ തീർത്ഥങ്കരയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത സംഭവത്തെ പിന്തുണച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA എന്ന നിലയിൽ നിയമസഭയിൽ ഇരിക്കാൻ രാഹുലിന് അവകാശമുണ്ട്. സ്പീക്കർ ഇതിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. നിയമസഭയിൽ വരാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ലെന്നും ഉണ്ണിത്താൻ. കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീർ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തില് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. അദ്ദേഹത്തിന് നിയമസഭയിൽ വരാനുള്ള അവകാശമുണ്ട്, അധികാരമാണ്. ആ അവകാശവും അധികാരവും സ്പീക്കർ അനുവദിച്ചു കൊടുത്ത അവകാശവും അധികാരവും, ആ അധികാരം ഉപയോഗിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നത്. നിയമസഭയിൽ അയാൾക്ക് വരാനുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ ആവില്ല. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അയാളുടെ കാര്യത്തിൽ ചില തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അക്ഷരപ്രതി അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു MLA എന്ന നിലയ്ക്ക് ഇതിനു മുമ്പും ആരോപണ വിധേയരായ എല്ലാവരും സഭയിലുണ്ടല്ലോ. എല്ലാവരെയും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അവരൊക്കെ മാന്യന്മാരായി ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയ്ക്ക് തിരിക്കുമ്പോൾ ഇയാളും അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആണ്. ഇയാളുടെ പേരിൽ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ MLA ആയിട്ട് അയാൾക്ക് അകത്തിരിക്കാൻ പറ്റില്ല. അതേസമയം MLA എന്ന അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് അകത്തിരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് സ്പീക്കറാണ് പറഞ്ഞത്. സ്പീക്കർ പറഞ്ഞത് അക്ഷരപ്രതി ശരിയാണ്. ആ സ്പീക്കറുടെ ഒരു MLAക്ക് കൊടുക്കുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കേരളത്തിലെ മുതിർന്ന നേതാക്കളും രാഹുലിനോട് വിയോജിക്കുകയാണ്. അതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം ഈ രാഹുലിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ സംഘടനാപരമായ നടപടിയെടുക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. കേരളത്തിലെയും ഡൽഹിയിലെയും നേതൃത്വങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതിനകത്ത് ഒരു വേറിട്ട ശബ്ദമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ വെറും ഊഹാഭോഗങ്ങളാണ്. പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ നിന്ന് പാർട്ടി പുറകോട്ട് പോയിട്ടില്ല, പോകും എന്നെനിക്ക് തോന്നുന്നു. അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളല്ലേ. അങ്ങനെ എത്രയോ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്കും വാഹന ഉടമകൾക്കുമുള്ള കുടിശ്ശിക നിവാരണ ക്യാമ്പിന്റെ ഭാഗമായി നടത്തുന്ന വാഹന പ്രചരണ യാത്രയുടെ ഔദ്യോഗികമായ ജില്ലാതല ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ജില്ലാതല ഉദ്ഘാടനം നടന്നത്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്കും വാഹന ഉടമകൾക്കുമുള്ള കുടിശ്ശിക നിവാരണ ക്യാമ്പിന്റെ ഭാഗമായി നടത്തുന്ന വാഹന പ്രചരണ യാത്രയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഉദ്ഘാടനം നടന്നത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് കർമ്മവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളുടെ മക്കൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യാറുണ്ട്. ഇവിടെ മറ്റ് സഹായങ്ങളെ കുറിച്ച് പറഞ്ഞു. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ക്ഷേമനിധി ബോർഡ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളെ ഏറ്റവും നല്ല രൂപത്തിൽ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ സംവിധാനം എന്നുള്ള രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ക്ഷേമനിധി ബോർഡുകളൊക്കെ തന്നെ. ഒരുപക്ഷെ കേരളത്തിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം, തൊഴിലാളി മുതലാളി ബന്ധം തന്നെ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ക്ഷേമനിധി ബോർഡുകളും അതുപോലെ മറ്റു സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടാണ്. മോട്ടോർ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും കാണാറുള്ളത് മോട്ടോർ തൊഴിലാളികൾ എന്നല്ല, എല്ലാ ക്ഷേമനിധി ബോർഡിൻ്റെയും ക്ഷേമനിധിയിലെ അംഗത്വത്തിൻ്റെയും അതിൻ്റെ പണമടക്കുന്നതിൻ്റെയൊക്കെ കാര്യത്തിൽ പലപ്പോഴും ചില അശ്രദ്ധ കൊണ്ടുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടുള്ള വീഴ്ചകൾ അതിലെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. അതിന് ചിലപ്പോൾ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക. ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ കഴിഞ്ഞ
കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ധനസഹായം വിതരണം ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അവർക്ക് 10 ലക്ഷം രൂപ ധനസഹായം കൊടുത്തു. കടലിൽ വെച്ച് മരണപ്പെട്ടതാണ് ആ കുടുംബത്തിൻ്റെ ആ അംഗം. എന്നിട്ട് അവിടെ നിന്ന് അവർ പറഞ്ഞു, ക്ഷേമനിധിയിലെ മത്സ്യഫണ്ടിൽ അടക്കേണ്ടുന്ന ഒരു 500 രൂപ കൂടി കഴിഞ്ഞ വർഷം അടച്ചിരുന്നെങ്കിൽ 10 ലക്ഷം രൂപ കൂടി കിട്ടുമായിരുന്നു. ഒരിക്കലും മരണപ്പെട്ട ഒരാളുടെ പകരം 20 ലക്ഷം രൂപ കിട്ടിയാൽ ആവില്ല. പക്ഷെ എന്നാൽ പോലും ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക സഹായം എന്നുള്ള രൂപത്തിൽ നല്ലൊരു സഹായമായിട്ടത് മാറുമായിരുന്നു. ഹോൾഡ്. മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ശോഭനയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഷാബു OS സ്വാഗതം പറഞ്ഞു. കുടിശ്ശിക നിവാരണ ക്യാമ്പിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഉപദേശക സമിതി അംഗങ്ങളും ട്രേഡ് യൂണിയൻ നേതാക്കളുമായ ഗിരികൃഷ്ണൻ, ദാമോദരൻ, PV ബാലകൃഷ്ണൻ, ഭരതൻ കല്യാൺ റോഡ്, ഉണ്ണി നായർ, CH കുഞ്ഞമ്പു, P വിജയകുമാർ, V ശശി എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ ജില്ലയിലെ ഉപദേശക സമിതി അംഗങ്ങളും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും മോട്ടോർ മേഖലയിലെ തൊഴിലാളികളും പങ്കെടുത്തു. ഹെഡ് ക്ലർക്ക് ഓമന MK നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖല ഓണാഘോഷം സംഘടിപ്പിച്ചു. മേലാങ്കോട്ട് ലയൺസ് ഹാളിലായിരുന്നു പരിപാടി നടന്നത്. കേരള ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലയുടെ 3ാമത് ഓണാഘോഷം ലയൺസ് ഹാളിൽ വെച്ചാണ് നടന്നത്. സംഘടനയുടെ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തിന് വേണ്ടി നമ്മുടെ മെമ്പർമാരെ വരവേൽക്കാൻ കാത്തിരിക്കുന്നവരാണ് നാം എല്ലാം. ചിലപ്പോൾ ഒരു ഓണാഘോഷത്തിന് ഇത്രയും മനോഹരമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന മേഖല എന്ന രീതിയിൽ അതിൻ്റെ ഗൗരവം നമ്മുടെ പല മെമ്പർമാരും ഉൾക്കൊള്ളാതെ പോയി എന്നതാണ് ഒരു വസ്തുത. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 10-30 വർഷം മുമ്പ് നമ്മളിങ്ങനെ കൂടിച്ചേരുന്നില്ലായിരുന്നു. നമ്മളിങ്ങനെ പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഓണാഘോഷം നടത്താറില്ലായിരുന്നു. ഇതെല്ലാം മാറി നമുക്കൊരു പുതിയ സംവിധാനം വരികയാണ്. നമ്മളെല്ലാം ചേർത്ത് പിടിക്കുന്നു. ആ ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായി നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഈ നേട്ടങ്ങളെല്ലാം പുറമെ നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ നോക്കിക്കാണും. ഇന്നലെ വരെ ഇല്ലാത്ത ഒരു ഐക്യത്തോടു കൂടി പന്തൽ രംഗത്തും ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്തും പ്രവർത്തിക്കുന്നവരെല്ലാം ഒരു കൂട്ടായ്മയോടെ ഇരിക്കുന്നുവെന്ന ധാരണ പൊതുസമൂഹത്തിൽ വരികയാണ്. ഈ കൂട്ടായ്മയെ ചില ആളുകളെങ്കിലും ഭയക്കുന്നുണ്ട്. ഇന്നലെ വരെ ചൂഷണം ചെയ്യപ്പെട്ട ആളുകൾ ആ ചൂഷണത്തിൽ നിന്ന് മോചിതരായി ഒരു ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മളെ ചൂഷണം ചെയ്ത ആളുകൾ ഭയക്കും. മേഖലാ ജനറൽ സെക്രട്ടറി സുരേഷ് വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ ബിന്ദു കാസർഗോഡ് മുഖ്യാതിഥിയായി. ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു KV, ജില്ലാ ട്രഷറർ ഹംസ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഫിറോസ് പടിഞ്ഞാർ, മേഖലാ ഇൻചാർജ് മധുകുമാർ, ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് വാസന്തി കുമാരൻ, മേഖലാ ട്രഷറർ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ സതീശൻ O നന്ദി പറഞ്ഞു. തുടർന്ന് ഓണസദ്യയും ഒരുക്കി. കലാപരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നടന്നു. വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നടന്നു. വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും നടന്നു. ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. വളരെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ചെറുകിട വ്യാപാര മേഖലയെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്, അല്ലേ? ഇന്ത്യ രാജ്യത്തെ 140 കോടി ജനങ്ങളിൽ 20 കോടിയോളം ജനങ്ങൾ, അതായത് 4 കോടിയോളം
വ്യാപാരികൾ, സംരംഭകരുണ്ട്. ഇന്ത്യയിൽ 4 കോടിയോളം സംരംഭകർ. അവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരാൾക്ക് 4 എന്ന പേരിലും 16 കോടി. ഇപ്പൊ 20 കോടിയോളം ജനങ്ങൾ ആശ്രയിക്കുന്നത് ചെറുകിട വ്യാപാര മേഖലയാണ്. ജില്ലാ സെക്രട്ടറി CK ആസിഫ് മുഖ്യപ്രഭാഷണം നടത്തി. KV ദിനേശൻ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ദിനേശൻ എക്സ്പ്ലസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് NP അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വെച്ച് SSLC, +2 ഡിഗ്രി വിജയികളെയും ഹെഡ് എന്ന സിനിമയിലെ അഭിനേത്രി ശിവഗംഗയെയും അനുമോദിച്ചു. യൂണിറ്റ് സെക്രട്ടറി KG പ്രഭാകരൻ സ്വാഗതവും ട്രഷറർ PK രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെക്കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലെ തൈക്കൊണ്ടോ മത്സരങ്ങളോടെയാണ് ഗെയിംസ് ഇനങ്ങൾക്ക് തുടക്കമിട്ടത്. ഉപജില്ലയിലെ 20 സ്കൂളുകളിൽ നിന്നായി 150ഓളം താരങ്ങൾ മാറ്റുരച്ചു.
തൃക്കരിപ്പൂർ തൈക്കൊണ്ടോ അക്കാദമിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കെ സതീശൻ അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി പി മോഹനൻ, അമേച്ചർ തൈക്കൊണ്ടോ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി BA പ്രകാശൻ, തൈക്കൊണ്ടോ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M ഷാജി, TM സിദ്ദിഖ്, VP ജയൻ, KV ബിജു, PV പ്രീത, K സനീഷ്, K ശ്രീജ, K ജയജിത്ത് എന്നിവർ സംസാരിച്ചു. ചൊവ്വാഴ്ച രാവിലെ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമാവും. സെപ്റ്റംബർ 18 രാവിലെ ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കും. സെപ്റ്റംബർ 19 ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള വ്യാപാരി വ്യവസായി വനിതാ വിംഗ് പെരിയ യൂണിറ്റ് ഓണോത്സവം സംഘടിപ്പിച്ചു. പെരിയ വ്യാപാര ഭവൻ ഹാളിലായിരുന്നു ഓണോത്സവം നടന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് പെരിയ യൂണിറ്റ് ഓണോത്സവം സംഘടിപ്പിച്ചു. പെരിയ വ്യാപാര ഭവൻ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. KVVAS ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ ആകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകിച്ച് ഓണാഘോഷം എല്ലാ ദിവസവും ഓണം പോലെ നമ്മളിന്ന് ജീവിക്കുന്നത്. പക്ഷെ അവിടെ കച്ചവടക്കാർക്ക് ഈ പ്രാവശ്യം വളരെ മോശം സമയമായിരുന്നു. കാരണം മെയ് മാസത്തിൽ തുടങ്ങിയ മഴ, ഓണത്തിൻ്റെ അന്ന് രാവിലെ 11 മണിവരെ മഴ പെയ്തു. ഏകദേശം പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ തുണിക്കച്ചവടക്കാർക്കൊക്കെ ഓണമാണ്, ഓണവും വിഷുവും ഒരു 2 സീസണാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഏരിയയിൽ. പിന്നെ കാസർഗോഡൊക്കെ ആകുമ്പോൾ അവിടെ പെരുന്നാളുണ്ടാവും, ക്രിസ്മസ്, കിഴക്കൻ ഏരിയ പോയി ക്രിസ്മസ് കച്ചവടം ഉണ്ടാവും. ഇപ്രാവശ്യത്തെ ഓണം വളരെ മോശമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ബേബി മധു അധ്യക്ഷത വഹിച്ചു. KVVAS പെരിയ യൂണിറ്റ് പ്രസിഡന്റ് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. കുറച്ച് വൈകിപ്പോയി എന്നുള്ള ഒരു വിഷമമുണ്ട്. നമുക്കറിയാം, നമ്മുടെ കച്ചവടമാണ് മുഖ്യം. കച്ചവടത്തിൽ നമ്മുടെ ഓണത്തിൻ്റെ സമയത്ത് നമ്മുടെ ടെക്സ്റ്റൈൽസ് 10 ടെക്സ്റ്റൈൽസുകൾ നമ്മുടെ യൂണിറ്റിലുണ്ട്. അവർക്കെല്ലാം ഒരു കച്ചവടമുള്ള സമയം ഈ ഓണാഘോഷ സമയം, ഓണത്തിൻ്റെ സമയം തന്നെയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഫീൽഡിലും കുറച്ചുകൂടി കച്ചവടമുള്ള സമയം ഈ ഓണാഘോഷത്തിൻ്റെ സമയം തന്നെയാണ്. എല്ലാവരും സാധനങ്ങൾ വാങ്ങാനും ടൗൺ ഒരു ഉഷാറാകുന്ന സമയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓണം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് നമുക്ക് എപ്പോഴും ഓണാഘോഷ പരിപാടികൾ വെക്കാൻ നല്ലത്. കുറ്റിക്കോലിലാണെങ്കിൽ ഇന്ന് യൂണിറ്റ് കമ്മിറ്റിയുടെ സംയുക്തമായി വനിതാ വിംഗ് യൂണിറ്റ് കമ്മിറ്റിയും യൂത്ത് വിംഗ് സംയുക്തമായാണ് ഈ ഓണാഘോഷ പരിപാടി നടത്തുന്നത്. നമ്മുടെ ഹാള് ചെറുതായതിനാൽ നമുക്ക് അത്തരത്തിലൊരു പരിപാടി നടത്താൻ പ്രയാസമുള്ളത് കൊണ്ടാണ് നമ്മളത് ആലോചിക്കാത്തത്. പിന്നെ കാര്യം നമ്മുടെ കുടുംബസംഗമം നടത്തിയ ജനറൽബോഡിയോടനുബന്ധിച്ച് കുടുംബസംഗമം കൂടി നടത്തിയതാണ്. അപ്പോൾ അതിൽ നമുക്ക് നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, നല്ല ആളുകളുണ്ടായിരുന്നു. വനിതാ വിംഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സരിജ ബാബു ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. എക്സലൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അവാർഡ് ജേതാവ് നിഷ അശോക്, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സുരേഷ് കുമാറിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് രതി ദേവി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സജന നാരായണൻ, KP അബ്ദുൾ സത്താർ, രമേഷ് കുമാർ, സുരേഷ് കുമാർ, സുഗതകുമാർ എന്നിവർ സംസാരിച്ചു. പ്രജിത കലാധരൻ സ്വാഗതവും രജിത സുരേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഓണാഘോഷ പരിപാടികൾ നടന്നു. ഓണസദ്യയും ഒരുക്കി. ന്യൂസ് ബ്യൂറോ, പെരിയ. പൂച്ചക്കാട് ശാഖ SYSSKSF മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2025 സെപ്റ്റംബർ 21 നടക്കുന്ന നബിദിന റാലിയുടെ ലോഗോ പ്രകാശനം പൂച്ചക്കാട് ശാഖ SYS എക്സിക്യൂട്ടീവ് അംഗം ജനാബ് KM റഷീദ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. പൂച്ചക്കാട് ശാഖ SYS SKSSF മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 21 ഞായറാഴ്ച നടക്കുന്ന നബിദിന റാലിയുടെ ലോഗോ പ്രകാശനം നടന്നു. പൂച്ചക്കാട് ശാഖ SYS എക്സിക്യൂട്ടീവ് അംഗം ജനാബ് KM റഷീദ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ പൂച്ചക്കാട് ശാഖ SYS പ്രസിഡന്റ് കണ്ടത്തിൽ അബ്ദുൾ ഖാദർ, സെക്രട്ടറി മുഹജിർ കപ്പന, മാഹിൻ പൂച്ചക്കാട്, സോളാർ കുഞ്ഞാമത്, ബഷീർ ഇബ്രാഹിം, PK മുഹമ്മദ്, കുന്നുമൽ മുഹമ്മദ്, നജീബ് മാഹിൻ, അഹമ്മദ് ഹസൈനാർ റസാഖ്, നിസാർ MC, റിയാസ് റസാഖ്, റഫീഖ്, മുസമിൽ, KM മുഹമ്മദ്, റസാഖ്, അൻസാർ, ഉബൈദ് എന്നിവർ ലോഗോ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. സെപ്റ്റംബർ 21 ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നബിദിന റാലിയും രാത്രി 8 മണിക്ക് ഗ്രാൻഡ് മൗലൂദും പൂച്ചക്കാട്ട് വെച്ച് നടക്കും. ന്യൂസ് ബ്യൂറോ, പൂച്ചക്കാട്.
പെരിയാകൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ 26 മുതൽ നവംബർ 2 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ പ്രചരണത്തിനാവശ്യമായ ബ്രോഷർ പ്രകാശനം ചെയ്തു. ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്നത്. പെരിയാകൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ 26 മുതൽ നവംബർ 2 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ പ്രചരണാർത്ഥം ബ്രോഷർ പ്രകാശനം നടന്നു. ക്ഷേത്ര ഭരണസമിതി മുൻ പ്രസിഡന്റും പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ടി രാമകൃഷ്ണൻ നായർ നടുവിൽ വീട്, പെരിയ തറവാട് പ്രതിനിധി പി ഗംഗാധരൻ നായർ പരപ്പക്കെട്ട്, കൂടാനം വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പ്രസിഡന്റ് വി കൃഷ്ണൻ എന്നിവർക്ക് കൈമാറി ബ്രോഷറിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. സേവാ സംഘം പ്രസിഡന്റ് എ കെ സുരേഷ് ബാബു കൂടാനം അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രത്തിൽ 4ാം തവണയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. സേവാ സംഘം സെക്രട്ടറി കെ ആർ ബാബുരാജ് സ്വാഗതം പറഞ്ഞു. മറ്റ് സേവാ സംഘം ഭാരവാഹികൾ, ക്ഷേത്ര മാതൃസമിതി, ഭജനസമിതി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിയാകൂടാനം ശ്രീ മണിയന്തട്ട മഹാക്ഷേത്രത്തിൽ 4ാം തവണയും ഭാഗവത സപ്താഹം നടത്തുകയാണ്. ഒക്ടോബർ 26 മുതൽ നവംബർ 2 വരെ. ആ ഭാഗവത സപ്താഹത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളിൽ സ്വാഗതം ആദ്യമായി ക്ഷണിച്ചുകൊള്ളുന്നു. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് കൂടാനം മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രം. വിശേഷാൽ ഓരോ വർഷങ്ങളും പല പല പരിപാടികളും നമ്മൾ നടത്തലുണ്ട്. ഭാഗവത സപ്താഹം നടത്തുന്നത് യജ്ഞാചാര്യൻ പെരുകമന ശ്രീധരൻ നമ്പൂതിരിയാണ്. അദ്ദേഹം 2005 ആദ്യമായി ഇവിടെ ഭാഗവത സപ്താഹം നടത്തിയ ഒരു ആചാര്യനാണ്. അന്നേ ദിവസം സപ്താഹം തുടങ്ങുന്നതിന് ഒക്ടോബർ 26 ഞായറാഴ്ച രാവിലെ അരവത്ത് കെ.യു. പത്മനാഭൻ തന്ത്രി അവരുടെ കാർമ്മികത്വത്തിൽ 108 ഘട്ടത്തിന്മേലെ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയവും ഈ നാട്ടിൻ്റെ എല്ലാ ക്ഷേമ ഐശ്വര്യത്തിനും വേണ്ടി നടത്തുകയാണ്. ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുച്ചിലോട്ട് കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കായിക മത്സരങ്ങളും ക്ലബിലെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികളും ശ്രദ്ധേയമായി. മുച്ചിലോട്ട് കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. കായിക മത്സരങ്ങൾ മുച്ചിലോട്ട് പരിസരത്ത് വെച്ച് നടന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായാണ് കായിക മത്സരം ഒരുക്കിയത്. തുടർന്ന് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേവലം ഒരു ഓണാഘോഷ പരിപാടി എന്നതിലുപരി ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാന ആവശ്യമാണ് ഇത്തരം ഒത്തുചേരലുകൾ. കാരണം ഇത്തരം ഒത്തുചേരലുകൾക്കുള്ള അവസരങ്ങൾ നമുക്ക് വളരെ കുറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കേവലം കല്യാണങ്ങൾക്കോ മറ്റ് ആഘോഷങ്ങൾക്ക് ഉപരിയായിട്ട് ഇത്തരം കൂടിച്ചേരലുകൾ ഇന്ന് അന്യം നിന്നു പോവുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു സങ്കുചിതാവസ്ഥയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. കാരണം നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയിൽ വന്ന കാതലായ ഒരു മാറ്റമായിരിക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരുപക്ഷെ മുമ്പ് ഇതിനൊന്നും ഇത്തരം കൂടിച്ചേരലുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം അന്ന് ഏറ്റവും വലിയ കൂടിച്ചേരലുകൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നത്. നമ്മുടെ ബന്ധുക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും നമുക്ക് ചുറ്റും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അമ്മാവന്മാരും അമ്മായിമാരും ലേപ്പന്മാരും അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനം. അന്ന് നമുക്ക് ഇത്തരം ആഘോഷങ്ങൾ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരൊപ്പം ചേർന്ന് നടത്താനുള്ള ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിന്ന് ശോഷിച്ച് രണ്ടോ അതിനത് ഏറിപ്പോയാലും 3 ആൾക്കാർ മാത്രം അടങ്ങുന്ന ചെറിയ കുടുംബങ്ങളായിട്ട് മാറി. ഒരുപക്ഷെ ഈ ചെറിയ കുടുംബങ്ങൾ 3 പേരടങ്ങുന്ന കുടുംബങ്ങളിൽ പോലും
ഒരു നല്ല രീതിയിൽ ആശയവിനിമയം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യവും സംശയമാണ്. പ്രസിഡന്റ് രാജേഷ് കുമാർ PV അധ്യക്ഷത വഹിച്ചു. ഒളിമ്പിക് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പ്രതീഷ് M സമ്മാനദാനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ലക്ഷ്മി KV, PV ബാലകൃഷ്ണൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. സെക്രട്ടറി MV മഹേഷ് സ്വാഗതവും KV രതീഷ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഡാൻസ് DJയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഷാവേസ് ക്ലബിന്റെ ഒന്നിച്ചോണം 25 വിവിധ പരിപാടികളോടെ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മൂലക്കണ്ടം ഷാവേസ് സാംസ്കാരിക സമിതിയും DYFI മൂലക്കണ്ടം യൂണിറ്റ് കമ്മിറ്റിയും ചേർന്ന് ഒന്നിച്ചോണം 25 സംഘടിപ്പിച്ചു. ഭഗത് സിംഗ് നഗറിൽ വെച്ച് നടന്ന ഓണാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വെനിസ്വലയുടെ ഭരണാധികാരിയായിരുന്ന ഹ്യൂഗോ ഷാവേസ് അല്ലേ, അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഒരു തൊഴിലാളി പക്ഷ സമീപനത്തോടുകൂടി സോഷ്യലിസം കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രാജ്യങ്ങൾ ക്യൂബ, വിയറ്റ്നാം, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ പോകുന്നത്. ഞാൻ ഒരു 3-4 മാസം മുമ്പേ വിയറ്റ്നാമിൽ പോയിരുന്നു. ആ വിയറ്റ്നാമിലും അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്, കുറേ വർഷമായി അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ എനിക്ക് തോന്നിയത് മാവേലി നാട് വാഴുന്ന പോലെയാണ് ഇപ്പോൾ കേരളം. മാവേലി നാട് വാഴുന്ന പോലെയാണല്ലേ, കാരണം കേരളത്തെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷമായി ഇവിടെ ഭരിച്ചു വരുന്ന ഗവൺമെന്റിനെ മാവേലി നാട് ഭരിക്കുന്നത് പോലെ, ഓണക്കാലത്ത് പോലെ എല്ലാ സമയങ്ങളിലും നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് ഇവിടുത്തെ ഭരണാധികാരിയുടെ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് CP പ്രമോദ് അധ്യക്ഷനായിരുന്നു. രാഹുൽ കാരക്കുഴി സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി KM സുധാകരൻ മാസ്റ്റർ സ്വാഗതവും ട്രഷറർ വിനോദ് കണ്ണോത്ത് നന്ദിയും പറഞ്ഞു. ക്രോസ് കൺട്രി മത്സരത്തിന് CPIM ലോക്കൽ സെക്രട്ടറി VV തുളസി ഫ്ലാഗ് ഓഫ് ചെയ്തു. സമാപന ചടങ്ങിൽ വെച്ച് മൂലക്കണ്ടം പ്രഭാകരൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. CP അഗിത അധ്യക്ഷത വഹിച്ചു. ദേവി രവീന്ദ്രൻ, VV തുളസി, മനോജ് കാരക്കുഴി, TV പത്മിനി, KP സന്തോഷ് ബാബു എന്നിവർ സംസാരിച്ചു. K നവ്യ സ്വാഗതവും KM ശകുന്തള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കരിന്തളം വടക്കേ പുലിയന്നൂരിൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി വീട്ടമ്മ ജീവനൊടുക്കി. വടക്കേ പുലിയന്നൂരിലെ വിജയന്റെ ഭാര്യ സവിതയാണ് മരിച്ചത്. ഞാൻ വരാമെന്ന വാട്സാപ്പ് സ്റ്റാറ്റസിന് പിന്നാലെയാണ് യുവതിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പീലിചൂടിയും വനമാല ചാർത്തിയും വീതികളിൽ വിസ്മയമായി ശോഭയാത്രകൾ. ജില്ലയിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു. പിണറായി വിജയൻ മോദിയുടെ പ്രജയായിരിക്കുന്നിടത്തോളം കാലം ഒരു സുതാര്യതയുമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിനെതിരെയും അന്തിമ ക്യൂ ഫീൽഡ് മാപ്പിൽ ക്രമക്കേട് നടത്തിയതിലും പ്രതിഷേധിച്ച് UDF പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MDMAയും കഞ്ചാവുമായി യുവാവ് രാജപുരം പോലീസിന്റെ പിടിയിൽ. പാണത്തൂർ സ്വദേശി സജൽ ഷാജിയാണ് പിടിയിലായത്. കാസർഗോഡ് ലക്ഷങ്ങളുടെ വിസ തട്ടിപ്പ് കേസിൽ പ്രതി പിടിയിൽ. തൃശൂർ അഷ്ടമിച്ചിറ സ്വദേശി ഗൗതം കൃഷ്ണയെയാണ് ഹോസ്ദുർഗ് പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. മിനിമം വേതനം 26,000 രൂപയായി ഉയർത്തണമെന്നാവശ്യം. ഷോപ്സ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.